ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മലയാളത്തിൽ നമ്മൾ പച്ചക്കറി തോണി എന്ന യൂണിറ്റായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാഠഭാഗത്തിന് തുടക്കത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ പച്ചക്കറി തോണി എന്ന യൂണിറ്റിലെ ബാക്കി ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും റെഡിയാണല്ലോ. ഓക്കെ മക്കളെ, നമുക്ക് അടുത്തത് ചെറിയൊരു പാട്ടാണ് മക്കൾക്ക് പാടി രസിക്കാനായിട്ട് അവിടെ തന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഒരുപാട് പച്ചക്കറികളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒരുപാട് പച്ചക്കറികളുടെ പേരുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാട്ടാണ്. ഓക്കെ മക്കളെ, അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മക്കൾ നിങ്ങളുടെ പാഠഭാഗത്ത് തന്നിട്ടുള്ള ചിത്രം നോക്കിക്കുക മക്കളെ. എന്താണ് ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത്? അതെ, ഒരുപാട് പച്ചക്കറികളുടെ ചിത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. ഏതൊക്കെ പച്ചക്കറികളാണ് മക്കളെ അതിൽ നിങ്ങൾക്ക് അറിയാവുന്നത്? ഏതൊക്കെയാണ്? മത്തനുണ്ട്, പിന്നെയോ മത്തനുണ്ട്, വലിയ ഉള്ളിയുണ്ട് അല്ലേ, പിന്നെ വെളുത്തുള്ളിയുണ്ട്, പിന്നെ എന്തൊക്കെയാണുള്ളത് മക്കളെ നോക്കിക്കുക. ഒരുപാട് കാര്യങ്ങൾ. മറ്റൊരു സൈഡിലേക്ക് പോകുന്ന സമയത്ത് വെണ്ടയുണ്ട്, ചേനയുണ്ട്, വഴുതനയുണ്ട് എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പച്ചക്കറികൾ നമുക്ക് അവിടെ ചിത്രത്തിൽ കാണാനായിട്ട് പറ്റും അല്ലേ. അപ്പം നമുക്ക് ഈ പച്ചക്കറികളുടെ പേരുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ ഒരു പാട്ട് തന്നിട്ടുള്ളത് കേട്ടോ. നോക്കിക്കുക മക്കളെ, മിസ് ആദ്യം ഒന്ന് പാടാം, മക്കളെ കേട്ടിരിക്കുക. അതിനുശേഷം നമുക്ക് ഒന്നിച്ച് ഒരിക്കൽ കൂടി പാടാം കേട്ടോ. നോക്കിക്കുക മക്കളെ. മത്തൻ ചേന കുമ്പളങ്ങ തിത്തിത്താര തിത്തിത്തേ, വെണ്ട ചീര വെള്ളരിക്ക തിത്തിത്താര തിത്തിത്തേ. മത്തൻ ചേന കുമ്പളങ്ങ വെണ്ട ചീര വെള്ളരിക്ക നേന്ത്രക്കായ പടവല മുരിങ്ങക്കായ. ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകതീതീതം, വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പും മല്ലിച്ചപ്പ് ഇഞ്ചി പച്ചമുളകുകൾ നിരന്നു നിന്നു. പച്ചക്കറി തോണിയേറി പച്ചക്കറി തുഴയേന്തി പച്ചക്കറി പാട്ടും പാടി വരുന്നു ഞങ്ങൾ. ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകതീതീതോ. ഓക്കെ മക്കളെ, നമുക്കവിടെ തന്നിട്ടുള്ള എല്ലാ പച്ചക്കറികളുടെയും പേരുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പാട്ട് തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഏതൊക്കെ പച്ചക്കറികളാണ് മക്കളെ പറയുന്നത്? നമുക്ക് ഒരിക്കൽ കൂടി പാട്ടിലോട്ട് പോയാലോ. ഇനി മിസ്സിനോടൊപ്പം നിങ്ങളോട് ചേർന്ന് പാടണേ. മത്തൻ ചേന കുമ്പളങ്ങ, എല്ലാവരും പാടിക്കേ. മത്തൻ ചേന കുമ്പളങ്ങ തിത്തിത്താര തിത്തിത്തേ. ഒന്നുകൂടി 2 വരി ചേർത്ത് പാടുക കേട്ടോ. മത്തൻ ചേന കുമ്പളങ്ങ തിത്തിത്താര തിത്തിത്തേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വരിയിലോട്ട് പോവാം. വെണ്ട ചീര വെള്ളരിക്ക തിത്തിത്താര തിത്തിത്തേ. ഇനി നമുക്ക് ആ 2 വരി കൂടി ചേർത്ത് പാടാം കേട്ടോ. വെണ്ട ചീര വെള്ളരിക്ക തിത്തിത്താര തിത്തിത്തേ. പാടിക്കേ, എല്ലാവരും പാടിക്കേ. വെണ്ട ചീര വെള്ളരിക്ക തിത്തിത്താര തിത്തിത്തേ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വരി നോക്കാം. മത്തൻ ചേന കുമ്പളങ്ങ മത്തൻ ചേന കുമ്പളങ്ങ വെണ്ട ചീര വെള്ളരിക്ക നേന്ത്രക്കായ പടവല മുരിങ്ങക്കായ. ഓക്കെ മക്കളെ, ഇനി 3 വരിയും കൂടി ചേർത്താണ് പാടേണ്ടത്. മത്തൻ ചേന കുമ്പളങ്ങ വെണ്ട ചീര വെള്ളരിക്ക നേന്ത്രക്കായ പടവ മുരിങ്ങക്കായ. മക്കൾ പാടിക്കേ, നമുക്ക് ഒന്നിച്ച് പാടാം കേട്ടോ. മത്തൻ ചേന കുമ്പളങ്ങ വെണ്ട ചീര വെള്ളരിക്ക നേന്ത്രക്കായ പടവല മുരിങ്ങക്കായ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഇതുവരെ ഒന്നുകൂടി പാടി നോക്കാം. മിസ്സിനോടൊപ്പം ചേർന്ന് പാടിയാൽ മതിയേ. മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകം എടുത്ത് വെച്ചിട്ട് ഓരോ വരിയിലും കൈവെക്കുക. മിസ്സ് പാടുന്നത് കേട്ട് മിസ്സിനോടൊപ്പം പാടുക കേട്ടോ. ഓക്കെ മക്കളെ. മത്തൻ ചേന കുമ്പളങ്ങ തിത്തിത്താര തിത്തിത്തേ, വെണ്ട ചീര വെള്ളരിക്ക തിത്തിത്താര തിത്തിത്തേ. മത്തൻ ചേന കുമ്പളങ്ങ വെണ്ട ചീര വെള്ളരിക്ക നേന്ത്രക്കായ പടവല മുരിങ്ങക്കായ. ഓക്കെ മക്കളെ, ഇതുവരെ കിട്ടിയല്ലോ. ഇനി ബാക്കി നോക്കിക്കേ. ഓ തിത്തിത്താര തിത്തിത്തേ തിത്തേ തകതേതോ. പഠിക്കുക മക്കളെ ഒന്നുകൂടി.
ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതേതേതോ. കിട്ടിയോ? ഒന്നുകൂടി പഠിക്കും മക്കളെ. ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതേതേതോ. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. വെളുത്തുള്ളി ചുവന്നുള്ളി. പഠിക്കുക മക്കളെ. വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പും മല്ലിച്ചപ്പും ഇഞ്ചി പച്ചമുളകുകൾ നിരന്നു നിന്നു. പച്ചക്കറി തോണിയേറി പച്ചക്കറി തുഴയേന്തി പച്ചക്കറി പാട്ടും പാടി വരുന്നു ഞങ്ങൾ. ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതേതേതോ. ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതേതേതോ. ഓക്കെ മക്കളെ, കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലൊരു പാട്ട് പാടിയില്ലേ? മക്കൾ എന്ത് ചെയ്യണം? ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മിസ്സിൻ്റെ പാട്ട് പാടിയിട്ട് വോയിസ് ഇട്ട് തരണം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി മിസ്സ് പറയുന്ന വാക്കുകളെല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്ത്. കഴിഞ്ഞ ദിവസം മിസ്സ് പറഞ്ഞിട്ടുള്ള ഒരുപാട് കൂട്ടുകാർ ഡിറ്റേഷൻ നടത്തിയിട്ട് മിസ്സിന് മാർക്ക് ഫോട്ടോ എടുത്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? അത്തരത്തിൽ ചെയ്യണം. എങ്കിലും കുറച്ച് കൂട്ടുകാരോട് ഇട്ട് തരാനുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ടാണ് മിസ്സ് നിർബന്ധമായിട്ട് അങ്ങനെ പറയാത്തത് കേട്ടോ. ഇനി ഇപ്പം നാളത്തോട് കൂടിയിട്ട് നമുക്ക് വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണല്ലേ. ഓക്കെ, അപ്പോൾ ഇനി മുതൽ എന്ത് ചെയ്യുക? എല്ലാവരും പഠിക്കാനായിട്ട് മാത്രം ഇരിക്കുക കേട്ടോ. എന്നിട്ട് മിസ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കൂളിലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്ന് മിസ്സ് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്ന വേർഡ്സ് മക്കൾ എന്ത് ചെയ്യണം? അടുത്ത ദിവസം നിങ്ങൾക്ക് ട്യൂഷൻ ഇല്ലാതെ വരുന്ന ദിവസങ്ങൾ വീട്ടിൽ നിന്ന് അമ്മമാരോ അല്ലെങ്കിൽ വീട്ടിൽ മുതിർന്ന മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? നിങ്ങൾക്ക് ഡിറ്റേഷനായിട്ട് നടത്തും. അപ്പോൾ മക്കൾ ആദ്യം വേഗം പഠിച്ചിരിക്കുക. പഠിച്ചതിന് ശേഷം അമ്മമാരുടെ അടുത്ത് പറയാം, ഞങ്ങൾ പഠിച്ചു, ഡിറ്റേഷൻ നടത്തൂ എന്ന് പറയണം. അപ്പോൾ അവരെന്ത് ചെയ്യും? നിങ്ങൾക്ക് ഡിറ്റേഷൻ നടത്തും. എന്നിട്ട് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മിസ്സിനത് ഫോട്ടോ എടുത്തിട്ടും അയച്ചു തരണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം മിസ്സ് പറയുന്ന വേർഡ്സൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള വേർഡ്സും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? ഒന്നുകൂടി പ്രാവശ്യം നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ആദ്യം നിങ്ങൾ മത്തൻ അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ഇതിലുള്ള എല്ലാ പച്ചക്കറികളും മക്കൾക്ക് പഠിക്കാനുള്ളത് അത്രയേ ഉള്ളൂ. ഇതിലുള്ള എല്ലാ പച്ചക്കറികളും എങ്കിലും മിസ്സ് പറയാം, മക്കൾ നോട്ട് ചെയ്ത് വെക്കാം. മത്തൻ, അടുത്തത് ചേന, പിന്നെ കുമ്പളങ്ങ, അതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ, കുമ്പളങ്ങ പഠിച്ചതാണ്. അടുത്തത് നിങ്ങൾ പഠിക്കേണ്ടത് വെണ്ട എഴുതാൻ പഠിക്കണം. ചീര, വെള്ളരിക്ക, നേന്ത്രക്കായ, പടവലം, മുരിങ്ങക്കായ, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പ് കേട്ടോ. കറിവേപ്പും എന്നാണ് ഇതിലുള്ളത്, കറിവേപ്പ്. പിന്നെ മല്ലിച്ചപ്പും എന്നാണുള്ളത്, അത് മാറ്റിയിട്ട് മല്ലിച്ചപ്പ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. പിന്നെ അടുത്തത് ഇഞ്ചി, പച്ചമുളക്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും പച്ചക്കറികളുടെ പേരുകൾ: മത്തൻ, ചേന, കുമ്പളങ്ങ, വെണ്ട, ചീര, വെള്ളരിക്ക, നേന്ത്രക്കായ, പടവലം, മുരിങ്ങക്കായ, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പ്, മല്ലിച്ചപ്പ്, ഇഞ്ചി, പച്ചമുളക്. ഇത്രയും പച്ചക്കറികളുടെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. നിങ്ങൾക്ക് എക്സാമിനൊക്കെ പച്ചക്കറികൾ ക്ലാസിഫൈ ചെയ്ത് എഴുതാനും ലിസ്റ്റ് ഔട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിൻ്റെ പേര് എഴുതാൻ അറിഞ്ഞെങ്കിൽ മാത്രമേ മക്കൾക്ക് അത് കൃത്യമായിട്ട് എഴുതാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നിർബന്ധമായിട്ടും ഇത്രയും വേർഡ്സ് നോട്ട്ബുക്കിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ടോ മക്കൾ എഴുതിയെടുക്കുക. അതിനുശേഷം ബാക്കി ക്ലാസ് കണ്ടാൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വേഗം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അത് പഠിക്കുക. അടുത്ത ദിവസം വീട്ടിൽ നിന്ന് ആരോടെങ്കിലും അത് ഡിറ്റേഷനായിട്ട് ഇടാനായിട്ട് പറയാം കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മിസ്സ് പറഞ്ഞ മറ്റൊരു പ്രവർത്തനമുണ്ട്. ഈ ഒരു പാട്ട് പാടിയിട്ട് മക്കൾ എന്ത് ചെയ്യണം? നമ്മുടെ ഗ്രൂപ്പിലോട്ട് വോയിസ് അയക്കണം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോവാം. ഇനി നമുക്ക് ചെറിയൊരു പ്രവർത്തനമാണ്. പാട്ടിലുള്ള പച്ചക്കറികളുടെ പേരെഴുതണം. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റു പച്ചക്കറികളുടെ പേരെഴുതാനുമായിട്ടുള്ള പ്രവർത്തനമാണ് നമുക്കവിടെ തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മളിപ്പം പാട്ടിലുള്ള പച്ചക്കറിയുടെ പേരുകളൊക്കെ നമ്മൾ ഓൾറെഡി അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞില്ല. അതെന്നെ എന്ത് ചെയ്താൽ മതി? അവിടെ പട്ടികയിലോട്ട് ലിസ്റ്റ് ചെയ്താൽ മതി. അതോടൊപ്പം പ്ലസ് നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ ഒരുപാട് പച്ചക്കറികളുടെ പേരുകൾ മക്കൾക്ക് അറിയാവുന്നതാണല്ലേ, നമ്മൾ കണ്ടിട്ടുള്ളതും നമ്മൾ കഴിച്ചിട്ടുള്ളതും ഒക്കെയാണ്. അപ്പോൾ ആ പച്ചക്കറികളുടെ പേരുകൾ നെക്സ്റ്റ് കോളത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ദാ മിസ് ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. മക്കൾ ആദ്യം നിങ്ങൾ സ്വയം ഒന്ന് പറഞ്ഞു നോക്കുക. മക്കൾക്ക് അറിയാവുന്ന പച്ചക്കറികളുടെ പേരുകളൊക്കെ ഒന്ന് നിങ്ങൾ പറഞ്ഞു നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്?
ആദ്യത്തെ കുളത്തിൽ നമ്മൾ പാട്ടിലുള്ള പച്ചക്കറികളാണ് പറയുന്നത് കേട്ടോ. ഈ കുളത്തിൽ നമ്മുടെ പാട്ടിലുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണ് മക്കളെ? പേര് എന്ത് ചെയ്യുക, മിസ്സിനോടൊപ്പം എല്ലാവരും ഒച്ചത്തിൽ ചേർന്ന് വായിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, മിസ്സ് ആദ്യം വായിക്കും, അത് കേട്ടിട്ട് മക്കൾ വായിച്ചാൽ മതി കേട്ടോ. ആദ്യത്തെ പേരെന്താ നോക്കിക്കേ, മത്തൻ. എല്ലാവരും വായിച്ച് മക്കളെ. മത്തൻ, ചേന, കുമ്പളങ്ങ, വെണ്ട, ചീര, വെള്ളരിക്ക, നേന്ത്രക്കായ, പടവലം, മുരിങ്ങക്കായ, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പ്, മല്ലിച്ചപ്പ്, ഇഞ്ചി, പച്ചമുളക്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നിങ്ങൾക്കറിയാവുന്ന മറ്റ് പച്ചക്കറികളുടെ പേരുകളാണ് നമ്മളോട് അടുത്ത കുളത്തിൽ ഇവിടെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, ഏതൊക്കെയാണ്? ചേമ്പ്, അതുപോലെ തന്നെ ക്യാരറ്റ്, ബീൻസ്, പയറ്, കൊത്തമര, പാവയ്ക്ക, കോവയ്ക്ക, ബീട്രൂട്ട്, മുള്ളങ്കി, ഉരുളക്കിഴങ്ങ്, മരച്ചീനി, കാച്ചിൽ, വഴുതന അല്ലേ. ഇതൊക്കെ എന്താണ് മക്കളെ, മറ്റ് പച്ചക്കറികളാണെങ്കിൽ. പിന്നെ തക്കാളിയൊക്കെ മക്കൾക്ക് അറിയാമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. മക്കൾക്ക് അറിയാവുന്ന മറ്റ് പച്ചക്കറികളുടെ പേരുകളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ഉൾപ്പെടുത്താം. ചിലപ്പോൾ ഇവിടെ മിസ്സ് കൊടുത്തിട്ടുള്ളതിൽ ചിലതൊരു പക്ഷേ നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും. അത്തരത്തിലുള്ളത് മക്കൾ എന്ത് ചെയ്യുക, അവിടുന്ന് സ്കിപ്പ് ചെയ്യുക, നിങ്ങൾ എഴുതണ്ട. മക്കൾക്ക് അറിയാവുന്ന പച്ചക്കറികളുടെ പേരുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മിസ്സ് എഴുതിയിട്ടുള്ളതിലുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ വേറെയും ഒരുപാട് പച്ചക്കറികളുടെ പേരുകൾ മക്കൾക്ക് അറിയായിരിക്കും. അപ്പോൾ അത് മക്കൾ അതിൽ ഉൾപ്പെടുത്തുക കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്കതിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. പച്ചക്കറികളുടെ ഉപയോഗമനുസരിച്ച് തരംതിരിക്കൂ എന്നാണ് പറഞ്ഞത് അല്ലേ. പച്ചക്കറികളുടെ ഉപയോഗമനുസരിച്ച് തരംതിരിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, നമുക്കറിയാം അല്ലേ, നമ്മൾ ചില പച്ചക്കറികളുടെയൊക്കെ ഇലകളാണ് നമ്മൾ കഴിക്കാറുള്ളത് അല്ലേ. പച്ചക്കറികളിൽ ഇലകൾ കഴിക്കുന്ന ഒരുപാട് പച്ചക്കറികളുണ്ടല്ലോ. ഓക്കെ, അതുപോലെ തന്നെ ചില പച്ചക്കറികളുടെയൊക്കെ കായകളാണ് നമ്മൾ കഴിക്കാറുള്ളത് അല്ലേ. കായകൾ നമ്മൾ കഴിക്കാറുണ്ട്. കൂടുതലും നമ്മൾ കായകളാണ് പച്ചക്കറികളിൽ ഉപയോഗിക്കുന്നത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ മറ്റ് ഭാഗങ്ങൾ, അതായത് ഇപ്പം ഇലയോ അല്ല അതുപോലെ കായയോ അല്ലാതെ മറ്റ് ഭാഗങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. നമ്മുടെ ഒരു ചെടി എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പച്ചക്കറി ചെടി എടുക്കുകയാണെങ്കിൽ അതിന് ഇലയും കായും അല്ലാതെ വേറെയും ഒരുപാട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കില്ല മക്കളെ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ. അപ്പോൾ അത്തരത്തിൽ പച്ചക്കറികളെ തരംതിരിച്ച് എഴുതാനാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഇലകൾ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ, കായകൾ ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ പേരുകൾ, അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങൾ ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ പേരുകളാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് രണ്ടെണ്ണം കൂട്ടുകാർക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇലകൾ എന്നുള്ളിടത്ത് നമുക്ക് തന്നിട്ടുണ്ട് ചീരയില അല്ലേ. ചീരയുടെ ഇല നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണത്തിനായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലേ. ഓക്കെ, ദെൻ കായകളിൽ നമുക്ക് തന്നത് മുരിങ്ങക്കായ എന്താണ്, കായകളാണ്. നമ്മൾ ആ ഒരു കായായിട്ട് നമ്മൾ ആ ഒരു പച്ചക്കറി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. പിന്നെ മറ്റു ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് വാഴക്കൂമ്പ്, അതുപോലെ തന്നെ വാഴപ്പിണ്ടിയൊക്കെയാണ് തന്നിട്ടുള്ളത് അല്ലേ. അതൊക്കെ നമുക്കൊക്കെ അറിയാലോ. നമുക്ക് വാഴച്ചെടിയുടെ ഓരോരോ ഭാഗങ്ങളാണ് അത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ അതൊക്കെ നമ്മൾ ഈ തോരനൊക്കെ വെച്ചിട്ട് നമ്മൾ കഴിക്കാറുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് പച്ചക്കറികളുടെ ഉപയോഗം അനുസരിച്ച് ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. നോക്കിക്കുക മക്കളെ. അപ്പം ഇലകളിൽ നമുക്ക് ചീരയിൽ നമ്മൾ പറഞ്ഞു, പിന്നെ മുരിങ്ങയിലുണ്ട്, അതുപോലെ തന്നെ മത്തൻ്റെ ഇലയിൽ മത്തൻ്റെ ഇല, ചേമ്പില, കുമ്പളമില, പിന്നെ അതുപോലെ തന്നെ താളിയില, പിന്നെ പയറില, തഴുതാമയില അല്ലേ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കാറുണ്ട് കേട്ടോ. നമ്മൾ തോരൻ വെക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ കറിയിലൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ പച്ചക്കറികളുടെ ഇലകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി കായകളിൽ പെടുന്നത് ഒന്ന് പാവയ്ക്ക, മുരിങ്ങയ്ക്ക, അതുപോലെ തന്നെ കോവയ്ക്ക, വഴുതന, വെണ്ടക്കായ, പടവലങ്ങയൊക്കെ എന്താണ്, കായകളിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ മറ്റു ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞു വാഴക്കൂമ്പുണ്ട്, വാഴപ്പിണ്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുരിങ്ങയുടെ പൂവ് അല്ലേ, അത് നമ്മൾ തോരൻ വയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചേമ്പിൻ്റെ തണ്ട്, ചേനയുടെ തണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആഹാരത്തിൽ ഉൾപ്പെടുത്താറുണ്ട്, നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തന്നിട്ടുള്ള ആ ഒരു പട്ടിക കംപ്ലീറ്റ് ചെയ്ത് തരംതിരിച്ച് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് അവിടെ കുറച്ച് കടങ്കഥകളാണ് തന്നിട്ടുള്ളത്. നോക്കിക്കുക മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനൊക്കെ നമ്മൾ എപ്പോഴും കണ്ടുവരുന്നൊരു ക്വസ്റ്റ്യനാണ് കടങ്കഥകൾ തയ്യാറാക്കാൻ കേട്ടോ. അപ്പോൾ പച്ചക്കറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കടങ്കഥകളാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. നോക്കിക്കുക മക്കളെ, ആദ്യത്തേത് എന്താണ്, അടിപ്പാറ നടുവടി തലക്കാട് അല്ലേ. അടിപ്പാറ നടുവടി തലക്കാട്. എന്താണ് മക്കളെ ആൻസർ വരുന്നത്?
നോക്കിക്കേ, എന്താണ് ചേനയാണ് ആൻസർ വരുന്നത് അല്ലേ? അടിപ്പാറ അല്ലേ? നമുക്കറിയാം ചേന, നിങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ അത് കുഴിച്ചെടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ എന്താണ്, ചേന എവിടെയാണ് ഉണ്ടാകുക? മണ്ണിൻ്റെ അടിയിൽ അല്ലേ? അത് കുറച്ചൊരു ഹാർഡായിട്ടുള്ള, കുറച്ചൊരു ഉറപ്പുള്ള സാധനമാണല്ലോ ഈ ചേന എന്ന് പറയുന്നത്. അതിനാണ് പറയുന്നത് അടിപ്പാറ. ഇനി നടുവടി പറഞ്ഞാൽ നമ്മുടെ ചേനയുടെ ചെടി നിങ്ങൾക്കറിയാമല്ലേ, ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക അല്ലേ? അതിനെയാണ് നടുവടി എന്ന് പറയും. ഇനി തലക്കാട് എന്ന് പറയുന്നത് എന്താണ്? ചേനയുടെ ആ ഒരു ചെടി മക്കൾ കണ്ടില്ലേ, അത്യാവശ്യം വലിയ ഇലകളൊക്കെ ആയിട്ടാണ് അതിൻ്റെ ചെടികൾ ഉണ്ടാവുക. അതാണ് പറയുന്നത് തലക്കാട് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അത് ചേനയുമായി ബന്ധപ്പെടുത്തിയിട്ടൊരു കടങ്കഥയാണ് നമുക്കവിടെ തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. നോക്കിക്കേ, കയ്പുണ്ട് കാഞ്ഞിരമല്ല, മുള്ളുണ്ട് മുരിക്കല്ല, വാലുണ്ട് വാനരനല്ല. എന്താണ് മക്കളെ ആൻസർ വരുന്നത്? യെസ്, നമ്മുടെ പാവയ്ക്കാണ് ആൻസർ വരുന്നത് അല്ലേ? പാവയ്ക്ക അല്ലേ, നമ്മൾ കയ്പയ്ക്ക എന്നൊക്കെ പറയും. കയ്പക്ക മക്കൾ കഴിച്ചിട്ടില്ലേ മക്കളെ? എന്താണ് അതിൻ്റെ രുചി എന്ന് പറയുന്നത്? എന്താണ്? നല്ല കയ്പ് രുചിയാണല്ലേ, നല്ല കയ്പ് രുചിയാണ് എന്തിനുള്ളത്? പാവയ്ക്കുള്ളത്. അപ്പോൾ അതാണ് പറയുന്നത് ആദ്യം കയ്പുണ്ട്, പക്ഷെ അതെന്തല്ല, കാഞ്ഞിരമല്ല അല്ലേ? കയ്പുണ്ട് കാഞ്ഞിരമല്ല. അതുപോലെ തന്നെ മുള്ളുണ്ട് അല്ലേ? മക്കൾ കണ്ടിട്ടില്ല മക്കളെ? കയ്പയ്ക്കൊക്കെ എന്തുണ്ടാവും? മേലെ മുള്ളു പോലെയുള്ളൊരു സാധനം ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ മുള്ളുണ്ട് മുരിക്കല്ല. പിന്നെ എന്താണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്? യെസ്, വാലുണ്ട് അല്ലേ? വാലുണ്ട് പക്ഷെ വാനരനല്ല എന്നാണ് പറഞ്ഞത് അല്ലേ? വാനരൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? കുരങ്ങനെയാണ് നമ്മൾ വാനരൻ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ ആൻസർ എന്താണ് വരുന്നത്? കയ്പയ്ക്കാണ് വരുന്നത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ, മണ്ണിനുള്ളിൽ പൊന്നമ്മ. എന്താണ് മക്കളെ ആൻസർ വരുന്നത്? മഞ്ഞളാണ് ആൻസർ വരുന്നത് കേട്ടോ. മണ്ണിനുള്ളിൽ പൊന്നമ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞളാണ് ആൻസർ വരുന്നത്. മണ്ണിനുള്ളിൽ പൊന്നമ്മ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? മഞ്ഞളാണ് അല്ലേ? മഞ്ഞളൊക്കെ മക്കൾ കണ്ടിട്ടില്ലേ? നമ്മൾ മണ്ണിൻ്റെ അടിയിലാണ് അതിൻ്റെ വിത്തുണ്ടായി വരിക അല്ലേ? പിന്നെ പൊന്നമ്മ എന്ന് പറയുന്നത്, പൊന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർണ്ണത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സ്വർണ്ണത്തിൻ്റെ നിറം എന്താണ് മക്കളെ? നമ്മളുടെ മഞ്ഞളിൻ്റെ നിറം പോലെയുള്ള നിറമല്ലേ? ഓക്കെ മക്കളെ, അപ്പം ഇങ്ങനെയാണ് മക്കൾക്ക് അവിടെ തന്നിട്ടുള്ള കടങ്കഥകൾ കേട്ടോ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കൾക്ക് എക്സാമിന് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഭാഗത്തോട്ട് പോവാം. നന്ദിതയുടെ ഡയറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു ഡയറി അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ മക്കളെ, അപ്പം നിങ്ങളെപ്പോലെയുള്ള മറ്റൊരു കുട്ടിയാണ് നന്ദിത എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം എറണാകുളം കോലഞ്ചേരി സ്കൂളിലുള്ള കോലഞ്ചേരി GLPS കിഴക്കമ്പലം സ്കൂളിലുള്ള ഒരു കുട്ടിയാണ് ആര്? നന്ദിത എന്ന് പറയുന്നത്. അപ്പോൾ അവൾ എഴുതിയിട്ടുള്ള ഡയറി നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഡയറിയിൽ മക്കൾ കണ്ടോ ഡേറ്റൊക്കെ ഇട്ടിട്ടുള്ളത്? ഓക്കെ, ഇപ്രാവശ്യം നമുക്ക് എക്സാമിന് ഡയറിയൊക്കെ എഴുതാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ മക്കളെ, അപ്പം നമ്മുടെ നന്ദിത എഴുതിയിട്ടുള്ള ഡയറി നോക്കിക്കേ. ഇന്ന് സ്കൂൾ അവധിയാണ്. അതുകൊണ്ട് ഞാനും അമ്മയും കൂടി കൃഷിത്തോട്ടത്തിൽ പോയി. അവിടെ മുളക് ചെടിയും പയറു ചെടിയും വെണ്ടയുമുണ്ട്. ഞാൻ അതിനെല്ലാം വെള്ളം ഒഴിച്ചു. പുഴു തിന്നുന്ന ഇലകൾ എല്ലാം ഞാൻ പറിച്ചു കളഞ്ഞു. പുഴു വരാതിരിക്കാൻ എല്ലാത്തിനും അമ്മ മരുന്ന് അടിച്ചു. ഓക്കെ മക്കളെ, അപ്പോൾ എന്താണ് നമ്മുടെ നന്ദിതയുടെ ഡയറിയിൽ എഴുതിയിട്ടുള്ളത്? അവൾ ഒരു അവധിയുള്ള ദിവസമാണല്ലോ, സ്കൂൾ അവധിയുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് അവളും അമ്മയും എന്ത് ചെയ്തു? കൃഷിത്തോട്ടത്തിലേക്ക് പോവുകയാണ് ചെയ്തത് അല്ലേ? അപ്പോൾ അവിടെ മുളക് ചെടിയും പയറ് ചെടിയും വെണ്ടയും ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പച്ചക്കറികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ നന്ദിത എന്താണ് ചെയ്തത്? അതിനെല്ലാം അവൾ വെള്ളം ഒഴിച്ചു കൊടുത്തു അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? പുഴു തിന്ന ഇലകളെല്ലാം എന്ത് ചെയ്തു? അവൾ പറിച്ചു കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവളുടെ അമ്മ എന്ത് ചെയ്തിട്ടുണ്ട്? ഇനി വീണ്ടും പുഴുക്കളൊന്നും വരാതിരിക്കാൻ അതിൽ എന്ത് ചെയ്തു? മരുന്നടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ നന്ദിത അന്നേ ദിവസം അവളുടെ ഡയറിയിൽ എഴുതിയിട്ടുള്ളത്. ഇനി മക്കളടുത്ത് ചോദിച്ചു നോക്കിക്കേ മക്കളെ, കൃഷിപ്പാഠം. നന്ദിത മോളുടെ ഡയറി വായിച്ചല്ലോ. നിങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യാൻ പഠിച്ചോ? കൃഷി രീതിയെക്കുറിച്ച് എഴുതാമോ എന്നാണ് ചോദിച്ചത്. അപ്പം നിങ്ങളുടെ എന്താണ് ചോദിച്ചത്? നിങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യാൻ പഠിച്ചോ എന്നാണ് ചോദിച്ചത്. ചിലപ്പോഴും ചില കൂട്ടുകാരൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകളെടുത്ത് അല്ലേ, അതായത് ചിലപ്പോൾ നിങ്ങളുടെ അമ്മയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മുത്തശ്ശൻ്റെയോ മുത്തശ്ശിയുടെയോ അച്ഛൻ്റെയോ ഒക്കെ ഒപ്പം പലരും കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കില്ല. ഇത്തരത്തിൽ അവധി ദിവസം വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ചെറിയൊരു അടുക്കള തോട്ടമൊക്കെ ഉണ്ടായിരിക്കില്ലേ, ഒട്ടുമിക്ക എല്ലാവരുടെ വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോവുകയും അതിന് ചിലപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ
അവർ അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യമൊക്കെ മക്കൾക്ക് അറിയുന്നതായിരിക്കും. ചില കൂട്ടുകാരുടെ സ്കൂളിലുണ്ടായിരിക്കും ഇത്തരത്തിലുള്ള പച്ചക്കറിത്തോട്ടമൊക്കെ അല്ലേ. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ സന്ദർശിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ മക്കളടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യാൻ പഠിച്ചോ? കൃഷി രീതിയെക്കുറിച്ച് എഴുതാമോ എന്നാണ് ചോദിച്ചത്. അതായത് എങ്ങനെയാണ് കൃഷി ചെയ്യുക എന്നതിനെക്കുറിച്ച് മക്കളടുത്ത് കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് എന്തെല്ലാം ഉൾപ്പെടുത്താം നോക്കിക്കേ. നമ്മളൊരു കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് തീരുമാനിക്കണം മക്കളെ? നമ്മൾ എന്ത് കൃഷിയാണ് അല്ലെങ്കിൽ ഏത് പച്ചക്കറിയാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു തീരുമാനം വേണം അല്ലേ. ഇപ്പോൾ വെണ്ടയാണോ, ചീരയാണോ, മത്തനാണോ, പയറാണോ, വെള്ളരിയാണോ എന്നിങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ഏതാണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചിട്ട് നമുക്കൊരു ധാരണ വരണം അല്ലേ. പിന്നെ നമുക്കത് മാത്രം ഉണ്ടായാൽ മതിയോ മക്കളെ? പിന്നെ നമുക്ക് എന്ത് വേണം? അതിനുള്ള വിത്ത് നമുക്ക് വേണം അല്ലേ. അപ്പോൾ വിത്ത് നമ്മൾ എന്ത് ചെയ്യണം? ശേഖരിക്കണം അല്ലേ. അതായത് മറ്റുള്ള ആളുകളോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിച്ചിട്ടോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? വിത്ത് അതിനെ ശേഖരിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? എവിടെയെങ്കിലും കുഴിച്ചിട്ടാൽ മതിയോ മക്കളെ? ഇല്ല. അതിന് പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം നോക്കി, അതായത് കൃഷി ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു സ്ഥലം നമ്മൾ ആദ്യം കണ്ടെത്തണം. സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ വെറുതെ ആ വിത്തിട്ടിങ്ങ് പോന്നാൽ മതിയോ മക്കളെ? പോരാ. നമ്മൾ എന്ത് ചെയ്യണം? അവിടെയുള്ള മണ്ണ് നന്നായിട്ട് എന്ത് ചെയ്യണം? ഉഴുത് മറിച്ചിട്ട് എന്ത് ചെയ്യുക? അതിന് ശേഷമാണ് വിത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ നടേണ്ടത്. അത് നട്ടു പോന്നാൽ നമ്മുടെ പണി കഴിഞ്ഞോ മക്കളെ? പിന്നെ പറിക്കാൻ നേരത്ത് മാത്രം പോയാൽ മതിയോ? പോരാ. ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കണം. പിന്നെ അതിന് വളം ആവശ്യമായി വരുന്ന സമയത്ത് നമ്മൾ അതിന് നൽകണം അല്ലേ. അതുപോലെ തന്നെ അതിന് എന്തെങ്കിലും ഇപ്പം കീടബാധയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ നന്ദിയുടെ ഡയറി വായിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിൽ പുഴു വന്നെങ്കിൽ അവർ പറിച്ച് കളഞ്ഞതും പുഴു വരാതിരിക്കാൻ അമ്മ അതിൽ മരുന്നടിച്ചതൊക്കെ അവരുടെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും കീടബാധയുണ്ടായാൽ അവയെ നശിപ്പിക്കാനുള്ള മരുന്നുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ നിത്യവും അതിന് നമ്മൾ പരിചരിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് കഴിയുള്ളൂ അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ ചെറിയൊരു നോട്ടായിട്ട് കൊടുക്കാം. നോക്കിക്കേ, ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു അല്ലേ, ഏത് പച്ചക്കറി കൃഷി ചെയ്യണമെന്ന് തീരുമാനിക്കണം, അതിനുള്ള വിത്തു ശേഖരണം, കൃഷി ചെയ്യാൻ പറ്റിയ സ്ഥലം കണ്ടെത്തണം, മണ്ണ് നന്നായി ഉഴുതുമറിക്കണം, വിത്ത് വിതരണം, വെള്ളവും വളവും നൽകണം, കീടബാധയുണ്ടായാൽ അവയെ നശിപ്പിക്കാൻ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യണം? ഒരു കൃഷി ചെയ്യുന്ന സമയത്ത് മക്കൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചെടുക്കണം അല്ലേ. അപ്പം മക്കൾ എന്ത് ചെയ്യുക? ഇനി നിങ്ങൾക്ക് അവധി വരുന്ന ദിവസം അല്ലേ, ഇനി നമുക്ക് സാറ്റർഡേ സൺഡേസൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ അവധിയായിരിക്കും. അന്ന് എന്ത് ചെയ്യുക? നിങ്ങൾ വീട്ടിൽ ഇത്തരത്തിൽ ഒരു 1-2 വിത്തുകൾ കേട്ടോ, ഒരു ചീരയുടെ കുറച്ച് വിത്ത് അല്ലെങ്കിൽ വെണ്ടയുടെ 1-2 വിത്തുകളോ അല്ലെങ്കിൽ തക്കാളിയുടെ 1-2 വിത്തുകളൊക്കെ ഉൾപ്പെടുത്തി മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായിട്ടുള്ള ഒരു കുഞ്ഞു പച്ചക്കറിത്തോട്ടം തയ്യാറാക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക? അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം മക്കളെ? വിത്തൊക്കെ ശേഖരിക്കണം, അതിന് പറ്റിയിട്ടുള്ള സ്ഥലം കണ്ടെത്തണം, അത് കിളക്കിയൊക്കെ വേണം അല്ലേ. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളായതുകൊണ്ട് മണ്ണ് കിളയ്ക്കുക എന്നുള്ളത് നമുക്ക് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് മക്കൾക്ക് എന്ത് ചെയ്യുക? നിങ്ങളുടെ വീട്ടിലുള്ള മറ്റു മുതിർന്നവരുടെ സഹായം തേടാം കേട്ടോ. അപ്പോൾ അവരതൊക്കെ റെഡിയാക്കി തരണം. മക്കൾ എന്ത് ചെയ്യണം? അവിടെ വിത്തൊക്കെ പാകിയിട്ട് അതിനാവശ്യത്തിന് വെള്ളവും വളവും ഒക്കെ എന്ത് ചെയ്യുക? മക്കളൊക്കെ കൊടുക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്തരത്തിൽ മക്കൾ എന്ത് ചെയ്യും? ഒരു കുഞ്ഞു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ മക്കൾ ചെയ്യുന്ന സമയത്ത് മിസ്സിന് എന്ത് ചെയ്യണം? നിങ്ങൾ വിത്ത് ശേഖരിക്കുന്നു, നിങ്ങൾ ശേഖരിച്ച വിത്തും അതുപോലെ തന്നെ നിങ്ങളുടെ കൃഷിയിടത്തിൻ്റെ ഫോട്ടോയൊക്കെ ഒന്ന് മിസ്സിന് ഷെയർ ചെയ്താൽ നന്നായിരിക്കും കേട്ടോ മക്കൾ. അതിൽ കുഴിച്ചിട്ടതും ചെറിയ മുള വന്നതും കുഞ്ഞു തൈകളായിട്ട് മാറിയത് അതിനൊക്കെ കുറച്ച് സമയം എടുക്കും അല്ലേ. പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ആവശ്യമാണ്. ഓക്കെ മക്കളെ, അപ്പം നിങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് മിസ്സിന് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരിക കേട്ടോ, നിങ്ങളുടെ ചെറിയ കൊച്ചു കൃഷിയിടത്തിൻ്റെയൊക്കെ ഫോട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോകാം. നോക്കിക്കേ മക്കളെ, വിരിപ്പ് കൃഷി. നോക്കിക്കേ, എന്താണ് വിരിപ്പ് കൃഷി? മിസ് വായിക്കുന്ന സമയത്ത് എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യണം? മിസ് വായിക്കുന്ന ഓരോ വാക്കിനും താഴെ കൈവയ്ക്കണേ. നോക്കിക്കേ, ഈറ്റ വെട്ടി, കാട് വെട്ടി, പൊതക്കാട്ടിൽ തീയരിച്ച്, വിരിപ്പിടം തീയരിച്ച്, അമ്മ വിളിച്ചു, അച്ഛൻ വിളിച്ചു, വീട്ടുകാരും നാട്ടുകാരും വിളിച്ചു, ഊരാകെ ഒത്തുവിളിച്ചു, ചീരവിത്തേ ചോളവിത്തേ, കടുക് തുവര അമരവിത്തേ, ചാമവിത്തേ വരവുവിത്തേ, നെല്ല് വെള്ളരി മത്തൻ വിത്തേ, പുതുമഴയിൽ കൺതുറന്ന് പൂവിരിഞ്ഞ് കായചാഞ്ഞ് എന്നുമിന്നും
വിളവുകാലം എന്നുമെന്നും വിളവുകാലം. നോക്കിക്കേ മക്കളെ, വിരിപ്പ് കൃഷി എന്നുള്ളൊരു ചെറിയൊരു പാട്ടാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, എങ്ങനെയാണ് അവിടെ കൃഷി ചെയ്യുന്നത് എന്ന് പറഞ്ഞത്? ഈറ്റ വെട്ടി കാട് വെട്ടി പൊതക്കാട്ടിൽ തീയരിച്ചില്ലേ. അതായത് കാട് മൂടിക്കിടക്കുന്ന പ്രദേശം എന്ത് ചെയ്യുക, അവിടെയുള്ള കാടും ഈറ്റയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് അവിടെ തീയിട്ട് എരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കൃഷി ചെയ്യാനുള്ള ആ ഒരു സ്ഥലം ഒരുക്കുന്നത് അല്ലേ. എന്നിട്ട് എന്താ പറഞ്ഞത്? അമ്മ വിളിച്ചു, അച്ഛൻ വിളിച്ചു, വീട്ടുകാരും നാട്ടുകാരും ഊരാകെ ഒത്തു വിളിച്ചു. എന്താണ്? ചീരവിത്തേ ചോളവിത്തേ കടുക് തുവര അമരവിത്തേ ചാമവിത്തേ വരകുവിത്തേ നെല്ല് വെള്ളരി മത്തൻ വിത്തേ അല്ലേ. അവർ കുഴിച്ചിട്ടിട്ടുള്ള അല്ലെങ്കിൽ അവിടെ നട്ടിട്ടുള്ള വിത്തുകളുടെ പേരുകളൊക്കെയാണ് കേട്ടോ. ചീരവിത്ത്, ചോളം, അതുപോലെ കടുക്, അമരവിത്ത്, വരകുവിത്ത്, ചാമവിത്ത്, നെല്ല്, വെള്ളരി, മത്തൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, അവരൊരുക്കിയിട്ടുള്ള കൃഷിയിടത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, നട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് പറഞ്ഞത്? പുതുമഴയിൽ കണ്ടുറന്ന് പൂവിരിഞ്ഞ് കായ ചാഞ്ഞ് അല്ലേ. അതായത് നട്ടിട്ടുള്ള വിത്തുകളൊക്കെ എന്ത് ചെയ്തു, മഴ പെയ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് കണ്ടുറന്നു എന്നാണ് പറയുന്നത്. അതായത് വിത്ത് മുളച്ച് വരുന്നതിനാണ് അവിടെ പറയുന്നത് കേട്ടോ. അങ്ങനെ കണ്ടുറന്നു, അതായത് വിത്ത് മുളച്ച് വന്ന് പിന്നെ എന്ത് ചെയ്തു, അത് ചെടിയായിട്ട് മാറി അതിലെന്ത് ചെയ്തു, പൂ വിരിഞ്ഞ് കായ ചാഞ്ഞില്ലേ, പൂവിട്ടു, അതുപോലെ തന്നെ അതിൽ കായ വന്നു. അങ്ങനെ അവസാനം എന്തായി? എന്നും വിളവുകാലം അല്ലേ. നമുക്കൊക്കെ ചിത്രത്തിൽ കാണാം ആ വിത്തെല്ലാം മുളച്ച് ചെടിയായിട്ട് അതിൽ നിന്ന് എന്ത് വന്നിട്ടുണ്ട്, ഒരുപാട് വിളവുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ വിരിപ്പ് കൃഷി എന്ന് പറയുന്ന പാട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അവിടെ നമുക്കൊരു ചോദ്യം കൂടി തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുള്ള വിത്തുകൾ പാട്ടിലുണ്ടോ? ശരി അടയാളം നൽകൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മക്കൾ, നിങ്ങൾ കണ്ടിട്ടുള്ള വിത്തുകൾ ഏതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പാട്ടിലുള്ളത്, അത് മക്കൾ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾ ചീര, അതുപോലെ തന്നെ കടുക്, പിന്നെ വെള്ളരി, മത്തൻ, നെല്ല് തുടങ്ങിയിട്ടുള്ള വിത്തുകളൊക്കെ ഒട്ടുമിക്ക എല്ലാ കൂട്ടുകാരും കണ്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ മക്കൾ കണ്ടിട്ടുള്ളത് ഏതാണോ അത് കണ്ടെത്തിയിട്ട് അതിന് മാത്രം എന്ത് ചെയ്യുക, ശരി അടയാളം ഇടാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മിസ് നേരത്തെ പറഞ്ഞിട്ടുള്ള വാക്കുകളെല്ലാം നന്നായിട്ട് പഠിക്കുക, അതിൽ നോട്ടിലേക്ക് എവിടെയെങ്കിലും എഴുതി വെക്കുക. അതിനുശേഷം ഡിറ്റീഷൻ നടത്തിയിട്ട് മിസ്സിന് ഫോട്ടോ അയക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അല്ലേ, പാട്ടരങ്ങ് എന്ന് പറഞ്ഞിട്ട് കുറേ പച്ചക്കറികളുടെ പേരുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അത് പാടിയിട്ട് മിസ്സിന് വോയിസ് റെക്കോർഡും ഇട്ട് തരിക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മളെടുത്തിട്ടുള്ള പാഠഭാഗം നന്നായിട്ട് എല്ലാ കൂട്ടുകാരും വായിച്ചു നോക്കുക കേട്ടോ. മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.